മേൽപ്പറമ്പിൽ ഒരു കമ്പനി ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശാനുസരണം പോലീസ് പരിശോധിച്ചു. അത് വെളിയിൽ ക്ലീൻ കമ്പനി എന്ന പേരാണ്. അകത്ത് പരിശോധിച്ചപ്പോഴാണ് ലക്ഷക്കണക്കിന് മിഠായികൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായികൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അതിന്റെ ആ ഉണ്ടാക്കുന്നതിന്റെ പേര് കൂൾ ലിൻസ് എന്നാണ്. നമ്മുടെ കുണ്ടത്ത് വെച്ചാൽ നല്ല തണുപ്പ് കിട്ടും. ലക്ഷക്കണക്കിന് ഈ മിഠായികൾ അവിടെ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. 16 പേരെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് കുറേ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നാട്ടിൽ ഇന്ന് രമേശ് ചെന്നിത്തല സാർ, ഹോം മിനിസ്റ്റർ ഓഫ് കേരള, ഇന്ന് വന്നായിരുന്നു. അദ്ദേഹം അത് തൻബേഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, വാ. തീർച്ചയായും കാര്യങ്ങൾ പിടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകൾ റിമാൻഡിലും ആകുന്നുണ്ട്. ഗംഭീരമാകുന്ന ഈ സദസ്സിനെ സാക്ഷിയാക്കി ഇന്നത്തെ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ചടങ്ങിൽ മുഖ്യാതിഥി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവர்கள், കാസർഗോഡ് MP, ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം MLA ശ്രീ JK അഷറഫ് അവர்கள், ബഹുമാനപ്പെട്ട MLA ശ്രീ KK ലതൻ അവர்கள், ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കുഞ്ഞി അവர்கள், ബഹുമാനപ്പെട്ട ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വസന്ത നജിക്കുണ്ട് അവர்கள், ഒപ്പം ശ്രീ ബഹുമാനപ്പെട്ട സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കാസർഗോഡ് സൂപ്രണ്ട് ഓഫ് പോലീസ്. ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വത്തിനാണ് ഇന്ന് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ ഏറെ മനോഹരമായിട്ടുള്ള നിറങ്ങളെ സ്വപ്നം കാണുന്നവരാണ്. കലാപരമായി, ചരിത്രപരമായി, സാംസ്കാരികമായി മുന്നോട്ട് വയ്ക്കുന്നത്. ജോഗ്രഫി ക്ലാസ്സുകളിൽ നിങ്ങൾ പലരും പഠിക്കുന്നുണ്ട്, ഒരു തുഫാൻ, ഒരു കൊടുങ്കാറ്റ്, ഒരു ഹുറിക്കെയിൻ ഉണ്ടാകുന്നത് അതിന് ചില സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ്. അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ഏറെ ആരാധനായിട്ടുള്ള കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വിഭാവനം ചെയ്തു. നമ്മുടെ പോരാട്ടം ലഹരി എന്ന വാക്കിനെതിരല്ല. ലഹരി എന്നുള്ളത് ജീവിതത്തിലോടും വായനയോടും സൗഹൃദത്തോടുമുള്ള നല്ല ലഹരിയായിട്ട് മാറ്റാനും ലഹരി പദാർത്ഥങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം സൃഷ്ടിച്ചെടുക്കാനുമാണ് നമ്മളിവിടെ കൂടി ചേർത്തിരിക്കുന്നത്. ഏറെ അഭിമാനത്തോടുകൂടി കാസർഗോഡ് ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന തൂഫാന്റെ ജില്ലാതല പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ പരിപാടിക്ക് മുഖ്യാതിഥിയായി നമ്മളുടെ സംബന്ധിക്കുന്നത് കാസർഗോഡിന്റെ പ്രിയപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവர்களാണ്. കേരള പോലീസിന് വേണ്ടി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ആദ്യം അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. മഞ്ചേശ്വരം ശ്രീ AK അഷ്റഫ് അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഒരു മെന്റലിസം എഫക്റ്റിൽ കൂടി ഈ ചടങ്ങിന് തുടക്കം കുറിക്കാൻ ഫാസ്റ്റസ്റ്റ് മൈൻഡ് റീഡർ ഓഫ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് കരസ്ഥമാക്കിയിട്ടുള്ള അഴീക്കോടിന്റെ പ്രിയപ്പെട്ട പ്രീത് അഴീക്കോടിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യും. ഹലോ, സോ ഗുഡ് ഈവനിങ് ഓൾ, ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. സോ സാർ കൂടി പങ്കെടുത്തുകൊണ്ട് ഒരു ചെറിയൊരു മെന്റലിസ്റ്റ് എഫക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ടേബിൾ 6 എൻവലപ്പുകളാണ്. ഓക്കെ, സോ ഇറ്റ്സ് 1 2 3 4 5 6 6 എൻവലപ്പുകൾ. ഞാൻ ഈ എൻവലപ്പുകൾക്ക് മുന്നിലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഓരോരുത്തരും ഇവിടെ വന്നുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു എൻവലപ്പ് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത ആളിനെ ഈ 6 പൊസിഷൻ ആയിട്ട് പ്ലേസ് ചെയ്യും. 6 മാർക്കുകൾ, 6 പൊസിഷനുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം ഒരു എൻവലപ്പ് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഹോം മിനിസ്റ്റർ ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ ക്ഷണിക്കും. അത് കയ്യിൽ വെച്ചോളൂ, കയ്യിൽ വെച്ചോളൂ. രണ്ടാമത്തെ ആളിന് എൻവലപ്പ് സ്റ്റാർട്ട് ഓപ്പൺ ചെയ്യാം. അത് ഓടിച്ച് കാണുന്ന രീതിയിൽ വെക്കാം.
ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ലെറ്റർ ഏതാണെന്ന് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിന് കയ്യിലുള്ള ലെറ്റർ ഏതാണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. Thank you so much. So, thank you, sir. കേരളത്തിന്റെ ആരാധ്യനായ ആഭ്യന്തരമന്ത്രി കൈ പിടിച്ചതുപോലെ നിങ്ങൾ എല്ലാവരും കൈ മുന്നോട്ട് ഉയർത്തി ഈ പ്രതിജ്ഞയിൽ ഭാഗവാക്കാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലുകയാണ്. എല്ലാവരും നിശബ്ദരായിരിക്കണം. എല്ലാ വിധത്തിലുമുള്ള ലഹരി ഉപയോഗവും എന്റെ ആരോഗ്യത്തെയും ബുദ്ധിയെയും ജീവിതത്തെയും സമാധാനത്തെയും നശിപ്പിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനാകമാനം ദോഷകരമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. തലമുറകളെയും നാടിന്റെ ഭാവിയെയും ഇല്ലാതെയാക്കുന്ന ലഹരി മാഫിയയുടെ വേരറുക്കുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അതിനായി ലഹരി വിരുദ്ധ ദൗത്യമായ ഓപ്പറേഷൻ തുഫാൻ എന്ന ആർക്കോ ഫണ്ടുമായി ഞാൻ ഇതിനാൽ കൈകോർക്കുന്നു. ലഹരിക്കെതിരെ പോരാടുന്ന തുഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. അടുത്തതായി ഓപ്പറേഷൻ തൂഫാൻ ദിനർക്കോ സംഘം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. ലോകം കണ്ട ഏറ്റവും വലിയ നർക്കോട്ടിക് കിങ്ങായിരുന്നു അദ്ദേഹം. തെക്കേ അമേരിക്കയിലെ കൊളംബിയയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പോലീസ് അതിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇത് ചർച്ചകളില്ല. നിങ്ങൾ ആലോചിച്ചോടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക് മിഠായിയാണെന്ന് പറഞ്ഞ് വിഷം നിറച്ച ഈ മിഠായികൾ അവർക്ക് കൊടുക്കുകയാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ പോകുന്നു. പിന്നെ അവർ ക്രമേണ ലഹരി മാഫിയയുടെ അടിമകളായി മാറുന്നു. നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടികളോട് പറയണം, ആരെങ്കിലും മിഠായി ഒന്നിച്ച് കഴിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, ലഹരിക്ക് അടിമകളാകരുത്. അമ്മമാർ കുട്ടികളോട് സംസാരിക്കണം. മാതാവും പിതാവും കുട്ടികളെ ശ്രദ്ധിക്കണം. അവരെന്താണ് കഴിക്കുന്നതെന്ന്, സ്കൂളിൽ എന്ത് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കണം. ഇവിടെ മൈതാനിക്ക് സമീപം ഖുറൈശി എക്സ്പ്രസ് എന്ന് ബോർഡ് വെച്ച രഹസ്യ നിർമ്മാണ യൂണിറ്റിലാണ് ഈ സ്കൂളിൽ നമ്മൾ പിടിച്ചെടുത്തത്. സ്വന്തം കുടുംബത്തിലേക്ക് ലഹരി അടുപ്പിക്കാതെ എസ്കോബാറിനെ പോലെ മറ്റുള്ളവർക്ക് ലഹരി കൊടുത്ത് ജീവിതം നശിപ്പിക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിൽ മുതിരുന്നില്ല. ഇതുവരെ പോലീസ്, കേരളത്തിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാസർഗോഡ് പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സത്യസന്ധമായ നിലയിൽ ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിശ്രമരഹിതമായി അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ DIGC കാർത്തിക്, അതോടൊപ്പം തന്നെ നമ്മുടെ SP പ്രിയപ്പെട്ട ശ്രീ നിതിൻ ലാൽ,
അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ശക്തമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ പ്രിയങ്കരായ MP, MLA-മാർ എന്നിവരെല്ലാം അതിന് സഹായകമായി പ്രവർത്തിക്കുന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാസർഗോഡിന്റെ അതിർത്തി കർണാടകത്തിന്റെ അതിർത്തിയാണ്. കർണാടക മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം കർണാടക പോലീസിനെ അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കേരള പോലീസിന്റെ കണ്ണുകൾ തലപ്പാടിയിലുണ്ട്. അവിടെ നിന്നോട്ട് വിഷദ്രാവങ്ങൾ കൊണ്ടുവരുന്നവരെ നമ്മൾ അറസ്റ്റ് ചെയ്യും. വേണ്ടി വന്നാൽ കാപ്പാട് ചുമത്തും. വേണ്ടി വന്നാൽ അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തും. ഈ ലഹരിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. കേരള പോലീസ് നടത്തുന്ന ഈ ഓപ്പറേഷൻ തുഫാന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നാളെ മുതൽ, ഇന്ന് മുതൽ തുഫാൻ വാരിയേഴ്സ് ആണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആദ്യത്തെ തുഫാൻ വാരിയർ കേരളത്തിന്റെ പ്രശസ്ത സിനിമാ താരം മോഹൻലാലാണ്. ഇന്ന് കേരളം മുഴുവൻ സ്വയം ജനങ്ങൾ മുന്നോട്ട് വരുന്നു തുഫാൻ വാരിയറായി മാറാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞയുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Thank you. അവരെയും ഡിബേറ്റിംഗ് വെച്ച് തുഫാൻ വാരിയർ ഡയറക്ടർ ബഹുമാനപ്പെട്ട പ്രൊഫസർ ശ്രീ രമേശ് അവരിൽ നിന്നും ഏറ്റുവാങ്ങുകയാണ്. അടുത്തതായി അത് ഏറ്റുവാങ്ങിയ അഷറഫ് മുതലപ്പാറ അദ്ദേഹം ക്ഷണിക്കുകയാണ്. ഉദ്യോഗസ്ഥ അഷറഫ് മുതലപ്പാറ അദ്ദേഹത്തെ കൂടി ക്ഷണിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ എല്ലാ ഉദ്യോഗങ്ങളിലും ഇവരെ തുഫാൻ വാരിയർ എന്ന പ്രഖ്യാപിച്ച് ഉണ്ടാകും. അതിനുള്ള പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കുന്നത് കാസർഗോഡ് ജില്ലാ പോലീസിനാണ്. ഉടമസ്ഥരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആഭ്യന്തരമന്ത്രിക്ക് ഉച്ചവരെയാണ് ഇവിടെ പരിപാടി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കണ്ണൂർ, കോഴിക്കോട് വഴി മലപ്പുറത്തേക്ക് പോകണം. പാർലമെന്റിന്റെ സമ്മേളനം നടക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി ഇവിടെ വരുന്നത് കൊണ്ട് വിളിക്ക് പറ. ഇങ്ങോട്ട് വിളിക്കാം. അടുത്ത പരിപാടി ചേട്ടാ 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 ഉണ്ട് അവിടെ നിൽക്കേ. കാലുകളിലെത്താം. അതുപോലെയാണ് ഈ ഡ്രഗ്സ്, ഈ ലഹരി എന്ന് പറയുന്നത്. ക്ലാപ്പ് അടിച്ചേ. ഓക്കെ.
അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ പിള്ളേരുടെ ഒരു പരിപാടിയുണ്ട്, കേരളത്തിൻ്റെ മാപ്പ്, കേരള മാപ്പ്. അത് ഇപ്പോഴത്തെ തൂഫാൻ്റെ ഭാഗമായിട്ട് പിള്ളേരുടെ ഒരു ചെറിയ പരിപാടിയാണ്. നോക്കിയേ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യൂ. അപ്പോൾ അടുത്ത വീട്ടിൽ അടുത്ത കണ്ടന്റ് ആയി കാണാം ഗൈസ്.